രാജ്യങ്ങളിലെ പ്രവാസി സമൂഹത്തിന് ആശ്വാസമേകുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനവുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നു. തൊഴിൽ പെർമിറ്റുകളുടെ നിരക്ക് ഗണ്യമായി കുറച്ചും അവയുടെ കാലാവധി ദീർഘിപ്പിച്ചും നടപടിക്രമങ്ങൾ ലളിതമാക്കിയുമുള്ള സമഗ്രമായ പുതിയ ചട്ടക്കൂടാണ് ഒമാൻ ഭരണകൂടം പുറത്തിറക്കിയത്. ഈ വമ്പൻ പ്രഖ്യാപനം രാജ്യത്തെ പ്രവാസികൾക്കും അതുപോലെ തന്നെ തൊഴിലുടമകൾക്കും വലിയൊരു അനുഗ്രഹമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒമാൻ ഗസറ്റിൽ ഔദ്യോഗികമായ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുതിയ ചട്ടക്കൂട് പ്രസിദ്ധീകരിച്ച് 3 മാസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരുമെന്ന് ഒമാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കാലയളവ് രാജ്യത്തെ തൊഴിൽ മേഖലയ്ക്ക് പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള സമയം നൽകും. എങ്കിലും പ്രവാസികളും തൊഴിലുടമകളും ഈ പുതിയ നിയമങ്ങളെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പുതിയ ചട്ടക്കൂടിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം സ്വദേശികളല്ലാത്ത തൊഴിലാളികൾക്കുള്ള റിക്രൂട്ട്മെന്റ് വർക്ക് പ്രാക്ടീസ് ലൈസൻസുകളുടെ കാലാവധി വർദ്ധിപ്പിച്ചതാണ്. നിലവിലുണ്ടായിരുന്ന 15 മാസത്തിൽ നിന്ന് ഇത് 24 മാസമായാണ് നീട്ടിയിരിക്കുന്നത്. ഈ ദീർഘിപ്പിച്ച കാലാവധി തൊഴിലുടമകൾക്ക് വലിയ ആശ്വാസം നൽകും. ഇടയ്ക്കിടെ ലൈസൻസ് പുതുക്കുന്നതിന്റെ പേപ്പർ വർക്കുകളും അതുമായി ബന്ധപ്പെട്ട ചെലവുകളും സമയം നഷ്ടപ്പെടുത്തുന്നതും ഇതോടെ ഒഴിവാക്കാൻ സാധിക്കും. തൊഴിലാളികളുടെ താമസ അനുമതികളുമായി ലൈസൻസ് കാലാവധി സമന്വയിപ്പിക്കുക എന്നതാണ് ഈ പുതിയ പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഇത് തൊഴിലുടമകളുടെ ദീർഘകാലമായുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു. ഈ സമന്വയം യാഥാർത്ഥ്യമാകുന്നതോടെ പേപ്പർ വർക്കുകളുടെ എണ്ണം കുറയ്ക്കുകയും അനുബന്ധ ചെലവുകൾ ലഘൂകരിക്കപ്പെടുകയും ചെയ്യും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിനും ബിസിനസ് അന്തരീക്ഷം കൂടുതൽ ആകർഷകമാക്കുന്നതിനും ഈ നടപടി സഹായകമാകും. നിയമപരവും സാമ്പത്തികപരവുമായി ഈ മാറ്റങ്ങൾ ഒമാനിലെ വിദേശ നിക്ഷേപകരെയും സംരംഭകരെയും ആകർഷിക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നത് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പുതിയ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള ഭാരം കുറയ്ക്കും. ഇത് രാജ്യത്തിന്റെ തൊഴിൽ വിപണിക്ക് കൂടുതൽ ചലനാത്മകത നൽകും. പുതിയ പ്രഖ്യാപനത്തിലെ മറ്റൊരു പ്രധാന സവിശേഷത ചില പ്രത്യേക വിഭാഗക്കാർക്ക് നൽകിയിട്ടുള്ള സമഗ്രമായ ഫീസ് ഇളവുകളാണ്. വൈകല്യമുള്ളവർ, സ്വയം പരിചരണത്തിന് കഴിവില്ലാത്ത വയോധികർ, ഗാർഹിക വരുമാന സഹായ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ, അതുപോലെ വീട്ടുജോലിക്കാരെ നിയമിക്കുമ്പോൾ പ്രത്യേക വൈദ്യസഹായം ആവശ്യമുള്ളവർ എന്നിവർക്ക് തൊഴിൽ പെർമിറ്റ് ഫീസുകളിൽ വലിയ ഇളവുകൾ ലഭിക്കും. ഇത് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒമാൻ ഭരണകൂടം നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നു. എന്നാൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിനുള്ള നിലവിലുള്ള ഫീസുകളിൽ മാറ്റമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിനുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും മാറ്റമില്ലാതെ തുടരുമെന്നും മന്ത്രാലയം ഉറപ്പു നൽകുന്നു. ഈ മേഖലയിൽ നിയമപരമായ സുരക്ഷ ഉറപ്പാക്കാൻ ഈ നിലപാട് സഹായകമാകും. പുതിയ ചട്ടക്കൂട് പ്രകാരം വിവിധ തൊഴിൽ വിഭാഗങ്ങൾക്കുള്ള വർക്ക് പെർമിറ്റ് ഫീസുകളിൽ വ്യക്തമായ കുറവാണ് വരുത്തിയിട്ടുള്ളത്. ഇത് പ്രവാസികൾക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന തീരുമാനമാണ്. ഫീസ് കുറവ് പ്രത്യേകിച്ച് ചെറുകിട സ്ഥാപനങ്ങളെയും കുറഞ്ഞ വരുമാനമുള്ള പ്രൊഫഷനുകളിലുള്ള പ്രവാസികളെയും സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ആശ്വാസമാണ് നൽകുക. തൊഴിലാളികളെ നിലനിർത്താനും പുതിയവരെ നിയമിക്കാനും തൊഴിലുടമകൾക്ക് ഇത് എളുപ്പമാകും. ഒമാൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതവും കാര്യക്ഷമവുമാക്കാൻ ഈ പരിഷ്കാരങ്ങൾ സഹായിക്കും. ഈ മാറ്റങ്ങൾ ഒമാന്റെ വിഷൻ 2040 ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകുന്നതാണ്. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഉതകുന്ന രീതിയിൽ തൊഴിൽ വിപണിയെ പരിഷ്കരിക്കാനും വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും മാനവ വിഭവശേഷി കാര്യക്ഷമമായി ഉപയോഗിക്കാനും ഒമാൻ ലക്ഷ്യമിടുന്നു. പുതിയ ചട്ടക്കൂടി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഒരു മുതൽക്കൂട്ടാകും. പ്രവാസികൾക്കിടയിൽ ഈ പ്രഖ്യാപനം വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. പെർമിറ്റ് കാലാവധി നീട്ടുന്നതിനോടെയുള്ള പേപ്പർ വർക്കുകളിലെ കുറവ് തങ്ങളുടെ ജീവിതം കൂടുതൽ ലളിതമാക്കുമെന്നും തൊഴിൽപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഒമാൻ സർക്കാർ പ്രവാസികളുടെ ക്ഷേമത്തിന് നൽകുന്ന പ്രാധാന്യം ഈ തീരുമാനങ്ങളിലൂടെ വ്യക്തമാകുന്നു. കൂടാതെ ഈ പുതിയ നയം പ്രാബല്യത്തിൽ വരുന്നതോടെ തൊഴിൽ തർക്കങ്ങൾ കുറയാനും തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാനും സാധ്യതയുണ്ട്. നിയമപരമായ വ്യക്തതയും ലളിതമായ നടപടിക്രമങ്ങളും എല്ലാവർക്കും ഗുണകരമാകും. ഒമാന്റെ തൊഴിൽ മേഖലയിൽ പുതിയൊരു ഉണർവ് നൽകാൻ ഈ സമഗ്രമായ പരിഷ്കരണത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളും ബിസിനസ് സമൂഹവും.